എവിക്ഷൻ സമയത്ത് ലാലേട്ടൻ പിണങ്ങിപ്പോയി. എന്താ പറ്റിയത് എൻ്റെ ദൈവമേ? അതായത് എവിക്ഷൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു. ഷാനവാസ്, റെന, ആദില, ആര്യൻ, സാബുമാൻ, ഇത്രയും പേര്, ലക്ഷ്മി, ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത്, 6 പേര്. അപ്പോൾ ഇതിനകത്തൊരു ചടങ്ങുണ്ട്, അവിടെ പൂമാല എടുത്തിടണം എന്നുള്ളത്. എന്താ സംഭവം എന്നറിയില്ല. ആരെങ്കിലും ഇമോഷണൽ കൂടുതലായിട്ടുണ്ടോ എന്നറിയില്ല. ചിലപ്പം പറയാം നൂറയൊക്കെ നിന്നിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടന് വിഷമമായിട്ട് അല്ലെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇറങ്ങി പോയതാണ് കാണുന്നത് പ്രൊമോയ്ക്കകത്ത്. അതുപോലെ തന്നെ ഇന്ന് 50th എപ്പിസോഡാണ്. അതിനകത്ത് വേറെ വലിയ ഇതൊന്നുമില്ല, പക്ഷെ എന്നാലും കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. അത് മാത്രമല്ലടാ, റീ എൻട്രി ഉണ്ടാവുമോ? 50ാമത്തെ എപ്പിസോഡാണ്. വൈൽഡ് കാർഡ് ഉണ്ടാവുമോ? 50ാമത്തെ എപ്പിസോഡാണ്. നമുക്ക് നോക്കാം അല്ലേ? എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ മറ്റേ പഴയ ചാനൽ, അതായത് രേവതി ടോക്സ് എന്ന 2.0 നമ്മൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു വീഡിയോസ്. എല്ലാവരും കാണുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് അതിനുവേണ്ടി റിയാക്ഷൻസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക, ചെറിയ ചെറിയ വീഡിയോസാണ്. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരു പ്രൊമോയാണ് വന്നേക്കണം. കുറേ നേരമായി വന്നിട്ട് അതിനകത്ത് എവിക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. എവിക്ഷനകത്ത് സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, അപ്പം എവിക്ഷനും ഉണ്ടാവും എന്നല്ലേ പറഞ്ഞത്? എവിക്ഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ 50ാമത്തെ ദിവസമാണ്. എവിക്ഷൻ ഉണ്ടാവും, റീ എൻട്രി ഉണ്ടാവും, വൈൽഡ് കാർഡ് ഉണ്ടാവും, എല്ലാം കണ്ടറിയാം. ഷാനവാസ്, റെന, ആദില, ആര്യൻ, സാബുമാൻ, ലക്ഷ്മി, ഇത്രയും പേര് ഇങ്ങനെ കൈകോർത്ത് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരു എവിക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഓരോരുത്തർ വന്നിട്ട് ഓരോ നമ്പർ വിളിക്കും. ആ നമ്പറിൻ്റെ ഹാരം എടുത്ത് ഇടുകയോ അങ്ങനെ എന്തോ ചെയ്യണം, അതാണ് സംഭവം. അപ്പോൾ അനു എടുത്ത് ഇടാൻ പോകുന്നുണ്ട്. അനുവിനെയാണോ പറയുന്നതെന്നൊന്നും അറിയില്ല കേട്ടോ. നൂറ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ആരും കളിക്കാൻ വന്നവരല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാലേട്ടൻ പിണങ്ങി പോവുകയും ചെയ്തൊരു ദേഷ്യം വന്നിട്ട്. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. ഇപ്പോൾ ലാലേട്ടൻ ഭയങ്കര ദേഷ്യമാണ് അല്ലേ? എന്താണെന്ന് അറിയില്ല. ഇന്നലെയും ഭയങ്കര ദേഷ്യമായിരുന്നു ലാലേട്ടന്. ചെറിയ ചെറിയ കുഞ്ഞു 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 മുൻഷുണ്ടി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? പിണങ്ങിപ്പോകൽ, ഒരു പിണങ്ങിപ്പോകലൊക്കെ ഉണ്ട് ഇപ്പോൾ ലാലേട്ടന്. ഞാൻ മിണ്ടൂല എന്നൊക്കെ പറഞ്ഞ് പിണങ്ങിപ്പോകുന്നുണ്ട്. കണ്ടറിയാം എന്താണെന്നുള്ളത്. ദേഷ്യപ്പെട്ടൊക്കെ പോകുന്നുണ്ട്. എന്താണെന്നറിയില്ല. അപ്പം ഇതിനകത്ത് ആര് എവിക്റ്റ് ആവും? സാബുമാൻ, ആര്യൻ, റെന അല്ലേ? ഈ 3 പേരെ വേണമെങ്കിൽ നമുക്ക് അവർക്കായിരിക്കാം ലീസ്റ്റായിട്ട് വന്നേക്കുന്നത്. പക്ഷേ സാബുമാൻ്റെ കാര്യം, സാബുമാൻ്റെ ഈ ഇടയ്ക്കായിട്ട് നല്ലതായിട്ട് റീൽസിൽ ഈ സാബുമാൻ ഒറ്റയ്ക്ക് നിന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റീൽസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര സപ്പോർട്ടൊക്കെ ഞാൻ അതിനകത്ത് കാണുന്നുണ്ട് സാബുമാൻ്റെ കാര്യത്തിൽ. ഗെയിം വെച്ച് നോക്കുകയാണെങ്കിൽ വാ തുറന്ന് കളിക്കുന്നത് ആര്യനും റെനയാണ്. പക്ഷേ സാബുമാന് ഇതിനകത്ത് ഈ ഗെയിമൊക്കെ ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഗെയിമൊക്കെ എല്ലാവരും മറക്കൂടാ. വാ തുറന്ന് കളിക്കുന്നത് ഇതൊക്കെ മറക്കും, റിയലായിട്ട് നിൽക്കുന്നത് എല്ലാം മറക്കും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് ആരാണോ അവർ കൊണ്ടുപോകും, അത്രയേ ഉള്ളൂ. പിന്നെ PR, ഫാൻസ്, ഇതൊക്കെ മുഖ്യ ഘടകങ്ങളായിട്ട് മാറും. ചിലപ്പോൾ വോട്ട് മാറിക്കൊടുക്കും വേറൊരാളെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരാളെ പുറത്താക്കണമെങ്കിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ആൾക്ക് മറ്റൊരു വോട്ട് കൊടുത്താൽ പോരെ? ഏറ്റവും വലിയ ആർമിക്കാരോ ഫാൻസുകാരോ വോട്ട് കൊടുത്താൽ പോരെ? PR കൊടുത്താൽ പോരെ? ഇയാളങ്ങ് ഔട്ടാവും, ബാക്കി 2 പേര് എവിക്റ്റാവും. പക്ഷെ മണ്ടത്തരമാണ് കാണിക്കണത്. മണ്ടത്തരം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അത് നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കും. അത് ചെയ്യണത് മണ്ടത്തരമാണ്. അപ്പം ഇവിടെ ആര്യൻ, സാബുമാൻ, റെന, നമുക്ക് നോക്കാം ആര് എവിക്റ്റാകും എന്നുള്ളത് കണ്ടറിയാം അല്ലേ? സാബുമാൻ ആണ് എവിക്റ്റാവുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. കാര്യം സാബുമാൻ അവിടെ വലിയ സ്ക്രീൻ പ്രസൻസോ കണ്ടൻറ്റോ ഒന്നും കൊടുക്കുന്നില്ല. ആര്യനോ റെനയോ ആണെങ്കിൽ മുഖ്യ കണ്ടന്റ് ധാരികൾ പോകും, മുഖ്യ കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാർ പോകും. അത് ഇരകളൊക്കെ പോകും. ഇരകളാണ് ആര്യനും റെനയൊക്കെ ഇരയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇരകളാണ്. അവരെ എടുത്തിട്ടാണ് ഈ ഡീഗ്രേഡിങ്ങും ഇതൊക്കെ നടത്തുന്നത്. അപ്പോൾ അവരൊക്കെ കഷ്ടം തന്നെ. അവർക്ക് ഒരാളെ പോയി കിട്ടും. ആര്യനെയൊക്കെ എടുത്ത് വെച്ചിട്ടല്ലേ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടും. അതൊന്നും ഉണ്ടാവത്തില്ല. ഇനി ആരെ എടുത്ത് വെച്ചിട്ട് ചെയ്യും? ആരും ഇല്ലേന്ന് താനും. ബാക്കിയുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ ഫാൻസ് ഉണ്ട്, എടുത്ത് വെച്ച് ചെയ്താൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ബാക്കി സോഷ്യൽ മീഡിയ ഇനി ആരെടുത്ത് വെച്ച് ചെയ്യും? റെനയൊക്കെ പോയി കഴിഞ്ഞാൽ, ആര്യനൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് നോക്കാം, അപ്പോൾ കണ്ടറിയാം. ഇനി ഞാൻ സത്യമാണ് പറഞ്ഞു കേട്ടോ, നഗ്ന സത്യങ്ങളാണ് ഞാൻ പറയണത്. എനിക്കൊരു അറ്റാക്ക് വന്നിട്ട് കാര്യമൊന്നുമില്ല. അറ്റാക്കൊക്കെ അവിടെ കിടക്കട്ടല്ലേ, അതൊക്കെ നമുക്കിപ്പോൾ കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സത്യമായിട്ടും അത് ഇനി ആരെടുത്ത് വെച്ച് ചെയ്യും വീഡിയോ? അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നോക്കാം. 50th എപ്പിസോഡിൻ്റെ ആഘോഷമാണ്. നിറക്കൂട്ടുകളുടെ 7ാമത്തെ ആഴ്ച. കളിചിരിയും കണ്ണീരും സൗഹൃദവും മത്സരാവേശവും ഇല്ല, ഇഴചേർന്ന് 50 ദിവസങ്ങൾ എന്നാണ് ലാലേട്ടൻ പറയുന്നത്. മലയാളിക്കും ആഘോഷമാണ് ബിഗ് ബോസ്. തീർച്ചയായിട്ടും എല്ലാ മലയാളികൾക്കും ആഘോഷമാണ്, ആവേശമാണ്. അത് സീസൺ ഏറ്റവും മോശം സീസൺ ആണെങ്കിൽ കൂടി എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച ആൾക്കാർ സംസാരിക്കും. അതാണ് ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേകത, ബിഗ് ബോസിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. കഥാപ്രസംഗമൊക്കെ നടക്കും ഈ ആഴ്ച. കുറച്ചും കൂടെ കലാപരിപാടികളൊക്കെ ഈ സീസണിലെ കലാപരിപാടികളൊക്കെ കുറച്ച് ഡള്ളാണല്ലേ പൊതുവേ, എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. അത് മത്സരാർത്ഥികളുടെയും കൂടെ പ്രശ്നമാണ്. അവർക്ക് ആ ഒരു മത്സര ബുദ്ധി കുറവാണ്.
ഇൻറ്റേർണൽ ഗ്രഡ്ജാണ് കൂടുതൽ. അതാണ് പ്രശ്നം. അത് ശരിയായി വരണം. ഇന്നലെ തൊട്ട് കുറച്ച് ശരിയായി വരുന്നുണ്ട്, നോക്കാം നമുക്ക് കേട്ടാ. അപ്പോൾ കഥാപ്രസംഗം, അതിനകത്ത് കഥാപ്രസംഗം നടക്കുന്നുണ്ട്, കേക്ക് കട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് റീ എൻട്രിയുടെ കാര്യം സംസാരിക്കാം. റീ എൻട്രി ഉണ്ടാകുമോ? റീ എൻട്രി ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം പോയ ആൾക്കാർക്കായിരിക്കും ചാൻസ് കൂടുതൽ, ലാസ്റ്റ് പോയ ആൾക്കാർക്കൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ മുൻഷി രഞ്ജിത്ത്, ബിൻസി, സരിക, ശാരിക, ഇതിലാർക്കെങ്കിലും ആയിരിക്കും ചാൻസ് വരാൻ പോണത് റീ എൻട്രി ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഈ കഥാതന്തുവിനെ ഇപ്പോൾ പോകുന്ന കഥയെ മാറ്റിമറിക്കാൻ പറ്റുന്ന ആർക്കെങ്കിലും. ദയവ് ഇത് തിരിച്ചു വന്ന് കിടന്നിട്ട് സ്വന്തം കളി കുളവാക്കരുത്. ആരെയും ടാർഗറ്റ് ചെയ്ത് വന്ന് PR-കളും ഫാൻസുകാരും ഒക്കെ കാത്തിരിക്കുകയാണ്. ഒന്ന് ടാർഗറ്റ് ചെയ്യൂ, ഒന്ന് നമ്മളെ ടാർഗറ്റ് ചെയ്യൂ, ലാലേട്ടാ ഒരു 2 വഴക്കെങ്കിലും പറ, എന്നിട്ട് വേണം നമുക്ക് അത് വെച്ചിട്ട് 2 റീൽ ഉണ്ടാക്കാൻ. മനസ്സിലായില്ലേ? അങ്ങനെ കാത്തിരിക്കുകയാണ്. കാര്യം അങ്ങനെ ചെയ്ത് നമുക്ക് PR ചെയ്യാം. അതായത് നമ്മളെ ക്രൂശിക്കുന്നു, നമ്മളെ വഴക്ക് പറയുന്നു കൂടുതൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പിണങ്ങിടാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് അതിന് ഇരയാവരുത്. സ്വന്തം കളി കളിക്കാൻ നോക്കുക. മറ്റുള്ളവരുടെ കളിയിൽ കയറി ഗെയിം കളിക്കാൻ നിൽക്കരുത്. മനസ്സിലായില്ലേ? ബുദ്ധിപരമായിട്ട് നിൽക്കുക. 2 ദിവസം അവിടെ പോയിട്ട് പുറത്തെ കാര്യങ്ങൾ പോയി പൊട്ടിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്കൊന്നും കിട്ടാൻ പോണില്ല. നോക്ക്, കുറച്ച് സാബുമാനൊക്കെ ആവാൻ നോക്ക്, അവിടെ ഏറ്റവും ദിവസം നിൽക്കാൻ പറ്റും. നേരെ തിരിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഗെയിം സേഫ് ഗെയിം കളിക്കാനാണ് പറയണത്. പക്ഷേ എന്ത് ചെയ്യാനാണ്? അല്ലാതെ കളിക്കുന്നവരൊക്കെ ഔട്ടാണ്. അല്ലാതെ കളിക്കുന്ന ആൾ മസ്താനിയൊക്കെ എവിടെ പോയില്ലേ? പ്രവീണൊക്കെ എവിടെ പോയി ഔട്ടായി പോയി. എന്ത് പറയാനാണ്? മലയാളം ബിഗ് ബോസിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഓഡിയൻസിൻ്റെ അവസ്ഥ കളിക്കുന്ന ആൾക്കാരെയൊക്കെ ഔട്ടാക്കും, ഗെയിം കളിക്കുന്ന ആൾക്കാരൊക്കെ ഔട്ട്, സേഫായിട്ട് നിൽക്കണവരൊക്കെ ഇന്ന്. അപ്പം കുറച്ച് സേഫായിട്ട് നിൽക്കുക, കുറച്ച് ഗെയിം കളിക്കുക, ആൾക്കാരെ ഇഷ്ടപ്പെടുത്തുക. അതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം. ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരായി കഴിഞ്ഞു. അപ്പം നിങ്ങൾ ദയവ് അവരുടെ പോയി മൂട് താങ്ങി നിൽക്കരുതേ, ഭയങ്കര ബോറാണേ. ദയവ് ചെയ്തിട്ട് സപ്പോർട്ടേഴ്സിനെ പോയി മൂട് താങ്ങി നിൽക്കരുതേ, അത് അതിനെക്കാട്ടിയും വലിയ നാണക്കേടാണ്. കളിക്കാൻ നോക്കുക, സ്വന്തം ഗെയിം ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക. ആരെ താങ്ങിയിട്ടില്ലെങ്കിലും നിങ്ങൾക്കൊരു വിലയെങ്കിലും ഉണ്ടാവും പുറത്തിറങ്ങുമ്പോൾ. ഓക്കെ, ഇനി അടുത്തത് റീ എൻട്രി, ഇനി അടുത്തത് എവിക്ഷൻ. ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.